എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കിസാമയെ കാണിക്കുന്നു. അവന്റെ തൊട്ട് മുൻപിലായിട്ട് ഇപ്പൊ ഹിറ്റാച്ചി അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കാണ്. അവര് രണ്ടുപേരും ചേർന്ന് ആ ഫോർത്ത് ടൈൽ മോൺസ്റ്ററിനെ അവനെ അടിച്ച് കീഴ്പ്പെടുത്തി ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ ഫോർത്ത് ടൈൽ മോൺസ്റ്ററെ എടുത്ത് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. അതിന് കിസാമി ഇപ്പൊ നല്ല മഴയാണ്, നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നമുക്ക് യാത്ര തുടരാന്ന് ഇപ്പൊ ഹിറ്റാച്ചിയോട് പറയും. അതിന് ഹിറ്റാച്ചി പറയും, നമ്മൾ സിനിമയ്ക്ക് പോവല്ല, നമുക്ക് പോവേണ്ടത് നമ്മുടെ ഹൈഡ് ഔട്ടിലേക്കാണ്. അവിടെ എല്ലാവരും ഇപ്പൊ നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ ഫോർ ടൈലിന്റെയും ആ ഒരു ത്രീ ടൈലിന്റെയും പവർ അത് ഒരുമിച്ച് അബ്സോർബ് ചെയ്യണം. അതിന് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഹൈഡ് ഔട്ടിൽ എത്തണമെന്ന് ഹിറ്റാച്ചി പറയും. ഹിറ്റാച്ചി കുറച്ചു നേരം ഇപ്പൊ ഫോർത്ത് ടൈലിനെ നോക്കി നിൽക്കും. എന്നിട്ട് കിസമിയോട് പറയും, നീ എന്താ ചെയ്യണേ? ആ ഒരു ഫോർത്ത് ടൈലിനെ അതിനെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യ്. അവൻ ഇങ്ങനെ കൊണ്ടുപോയാ അവിടെ എത്തുന്നതിന് മുൻപ് ഇവന്റെ കാറ്റ് പോവും. അതിന് കിസമി പറയും, ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചത് അത് ഞാനല്ലേ, എനിക്കറിയാം ഇവൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന്. അതിന് ഹിറ്റാച്ചി പറയും, അത് ഫോർത്ത് ടൈൽ മോൺസ്റ്റർ ആണ്, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ അതിന് കൊടുത്തൂടെ? അതിന്റെ പവർ എടുത്താൽ മാത്രമേ നമ്മുടെ സ്ട്രെങ്തും കൂടൂ. അതിന് കിസമി പറയും, അടുത്തതായിട്ട് ഞാൻ പിടിക്കാൻ പോകുന്നത് ആ നയൻ ടൈൽ മോൺസ്റ്ററിനെയാണ്. അവന്റെ പവർ അത് ഞാൻ തന്നെ എടുക്കുമെന്ന് പറയുമ്പോ അതിന് ഹിറ്റാച്ചി പറയും, മണ്ടത്തരം പറയാതെ നമ്മൾ പോയ ഉടനെ അവർ നമ്മളെ പിടിച്ചു വെക്കും. അവരുടെ പവറുകളൊന്നും നിനക്കറിയില്ല. ലീഫ് വില്ലേജ്, അവിടെയുള്ളവർ നിസ്സാരക്കാരല്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല. വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. എന്തായാലും നമ്മൾ ഓരോരുത്തരായിട്ട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് 8th ടൈൽ വരെയുള്ളവരെ ലോക്ക് ചെയ്തതിനു ശേഷം മാത്രം ആ 9th ടൈലിനെ പിടിച്ചാൽ മതി. അങ്ങനെ വമ്പം പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ രണ്ടുപേരും കൂടെ ആ ഒരു ഫോർത്ത് ടൈലുമായി ഹൈഡ് ഔട്ടിലേക്ക് വരും. ഇപ്പൊ അവരെല്ലാവരും റൗണ്ട് ചെയ്തു നിന്ന് ആ ഒരു ഫോർത്ത് ടൈലിന്റെ പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ലീഡർ അവൻ കൈ ഉയർത്തിയിട്ട് പറയും, ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്, ഒറോച്ചിമാറു അവൻ കൊല്ലപ്പെട്ടു. അത് കേട്ട് ഇപ്പൊ അവരെല്ലാവരും ഷോക്കാവും. അതിനവർ പരസ്പരം പറയും, അവൻ പഴയൊരു അക്കാസ്കി മെമ്പർ അല്ലേ, അവൻ മരിച്ചാലും ജീവിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് ലീഡർ പറയും, അവന്റെ കൂടെ കാഗസവും ഹീഡനും മരിച്ചുപോയി, അവര് നമ്മുടെ ടീമാണ്, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ അവർക്ക് കൊടുത്തൂടെന്ന് ഇപ്പൊ ലീഡർ ദേഷ്യപ്പെട്ട് ചോദിക്കും. എല്ലാവരും പേടിക്കുന്ന ആ ഒരു ലീഫ് വില്ലേജിലെ സാസുകയാണ് ഒറോച്ചിമാറുവിനെയും നമ്മുടെ ആൾക്കാരെയും കൊന്നു കളഞ്ഞത്. അതിന് ടോബി, ആ ഒരു ലീഫ് വില്ലേജുകാരുടെ പവർ അത് ഞാൻ നേരിട്ട് കണ്ടതാണ്, അവര് ദേദുരയെ വരെ അടിച്ചു തെറിപ്പിച്ച് ദൂരത്തെറിഞ്ഞു. അതിന് ദേദുര, ഓ അത് കണ്ട് നീ എന്നെ കുറച്ചിലായിട്ട് വിചാരിച്ചോ? എന്റെ ശക്തി നിനക്കറിയില്ല. ഓൾറെഡി നീ നിന്റെ ലിമിറ്റിന് അപ്പുറത്താണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ സംസാരിച്ച നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തുമെന്ന് ഇപ്പൊ അവൻ പറയും. അതിന് സ്പെയിൻ പറയും, അവൻ പറഞ്ഞതും കറക്റ്റാണ്. കാരണം ദേദുര, നിന്റെ മിഷനില് നീ ഇപ്പൊ തോറ്റിരിക്കുകയാണ്. മാത്രമല്ല ടോബി, നീ കുറച്ച് ഓവറാണ്, അതുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇവിടെ കിസമി അവൻ ഹിറ്റാച്ചിയോട് ചോദിക്കും, എങ്കിലും ഒറോച്ചിമാറുവിനെ കൊല്ലാൻ മാത്രം ലീഫ് വില്ലേജില് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്? അപ്പൊ ഹിറ്റാച്ചി ഞെട്ടിയിട്ട്, അത് മറ്റാരുമല്ല, സാസുക. അത് കേട്ട് ദേദുര പറയും, അവൻ അത്രയൊക്കെ പവർ ഉണ്ടോ? ആക്ച്വലി ഒറോച്ചിമാറുവെ കണ്ട ആദ്യ നാളിൽ തന്നെ അവനെ കൊല്ലാൻ പ്ലാൻ ഇട്ടത് ഞാനാണ്. പക്ഷെ ചെക്കൻ അവൻ ഫസ്റ്റ് ഗോൾ അടിച്ചു. മാത്രമല്ല അവനിപ്പോ പുതിയൊരു പ്ലാൻ കൂടെ ഉണ്ട്. അവന്റെ അടുത്ത ഇര അത് ഹിറ്റാച്ചി നീയാണ്. നിന്നെ തകർക്കാനായിട്ട് അവനൊരു ടീം പോലും ഇപ്പൊ ഫോം ചെയ്തിട്ടുണ്ട്. അവന്റെ ടീമില് ആ ഒരു സുഗട്സു, കരീന, ജൂഗോ ഇവര് 3 പേരും മെമ്പേഴ്സ് ആണ്. അപ്പൊ ദേദുര ഉടനെ ഈ സുഗട്സു അവൻ ആളെങ്ങനെയാണ് എന്ന് അവരോട് ചോദിക്കും. അതിന് മറ്റൊരുത്തം പറയും, അവൻ ഹിഡൻ വില്ലേജിലുള്ളവനാണ്, അതായത് ഏറെക്കുറെ സാബുസയുടെ സെയിം പവറാണ് അവനും ഉള്ളത്. അതിന് ലീഡർ പറയും, ഇന്നലെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന ആ ഒരു ഫോർത്ത് ടൈല് അതിന്റെ പവറും ഇപ്പൊ അബ്സോർബ് ചെയ്യാനായിട്ട് ടൈം ആയിരിക്കാണ്. അവൻ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ 2 ആൾക്കാരും അതിനെ കൊണ്ടുവരാനായിട്ട് ഇപ്പൊ പുറത്തേക്ക് പോകും. കട്ട് ചെയ്താ ഇവിടെ ലീഫ് വില്ലേജില് ഇപ്പൊ ഹൊക്കാഗേന്റ് പറയും, നിങ്ങൾ സാസുകയെ തേടി പോകുന്നതില് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇത്രയും റിസ്ക് എടുത്ത് ഹിറ്റാച്ചി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിന് സാക്കുറ പറയും, ഇപ്പൊ സാസുക എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒരു പക്ഷേ നമ്മൾ ഹിറ്റാച്ചിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹിറ്റാച്ചിയെ തേടി സാസുകയും ഉറപ്പായിട്ടും അവിടേക്ക് എത്തും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അവനെയും കൂട്ടി നമ്മുടെ ഗ്രാമത്തിലേക്ക് വരാം. അതേ സമയത്ത് കാക്കാഷി മാസ്റ്ററും അവിടേക്ക് വന്ന് ഇപ്പൊ സാക്കുറെ സപ്പോർട്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആശാമാര് അവരാ നാട് മുഴുവൻ നടന്ന് ഇപ്പൊ ടയർഡായിട്ടിരിക്കുകയാണ്. സുഗട്സു ടെൻഷനായിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇനി ഒരു അടി പോലും മുൻപോട്ട് നടക്കാൻ. അതിന് സാസുക
ആരും വഴക്കുണ്ടാക്കണ്ട, നമ്മൾ എത്തേണ്ടടുത്ത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് എത്തി. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. അതിനുശേഷം ഇപ്പൊ കിസമിയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു ഫോർടെയിലിനെ അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവരുടെ തൊട്ട് മുൻപിലായിട്ട് അവർ ആ ഒരു 3 ടൈലിനെയും കാണും. ഉടനെ അവരെല്ലാവരും റൗണ്ട് ചെയ്ത് നിന്ന് ഇപ്പൊ അതിന്റെ പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ സാസുക അവന്റെ ടീമുമായിട്ട് ഉച്ചിഹ ക്ലാൻ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ വന്നു. സാസുക പറയും, ഞങ്ങൾ ഉച്ചിഹ ക്ലാനിലുള്ളവര് എന്തെങ്കിലും ഒരു മിഷന് പോകുന്നതിന് മുൻപായിട്ട് ഇവിടേക്ക് വന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും കളക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മിഷന് ആവശ്യമായിട്ടുള്ള വെപ്പൻസ് കളക്ട് ചെയ്യാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. നമ്മുടെ ആൾക്കാർ എന്തൊക്കെയോ ഇപ്പൊ പ്ലാൻ ചെയ്ത് മുൻപോട്ട് നടക്കും. അപ്പൊ രണ്ടാൾക്കാര് ഇപ്പൊ സാസുകയെ കണ്ടിട്ട്, വാവ് സാസുക, എവിടെയായിരുന്നു ഇത്രയും കാലവും? നിന്നെ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായി. ഇത് എന്ത് കോലത്തിലാ വന്നിരിക്കണേന്ന് ചോദിക്കുമ്പോ സാസുകയുടെ കൂടെയുള്ളവര് ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവര് കാണുക 2 കണ്ടം പൂച്ചകള്. അവരാണ് ഇപ്പൊ സാസുകയോട് സംസാരിക്കുന്നത്. അപ്പൊ സുഗട്സു അവറ്റകളെ കൊഞ്ചിക്കാനായിട്ട് ഇപ്പൊ അതിന്റെ അടുത്തേക്ക് ചെല്ലും. അത് കടിക്കാനായിട്ട് ചാടി വരുമ്പോ സുഗട്സു പേടിച്ച് ഇപ്പൊ ട്രൗസറും പൊക്കി ഓടും. സാസുക അവറ്റകളോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ബാറ്റിലിന് പോകുന്നതിന് മുൻപ് കുറച്ച് മെഡിസിൻസ് ആവശ്യമുണ്ട്, അത് കളക്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതിന് കണ്ടംപൂച്ചകൾ പറയും, ലുക്ക്, നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരികയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാം. അപ്പൊ സാസുക അവർക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ എന്തൊക്കെയോ കൊടുക്കും. അപ്പൊ പൂച്ചക്കുട്ടന്മാര് ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും കൂട്ടി വലിയൊരു പൂച്ചമ്മയുടെ അടുത്തെത്തും. അപ്പൊ ആ ഒരു ഗുണ്ടുമണി അമ്മച്ചി ചോദിക്കും, സത്യത്തിൽ നീ നിന്റെ ചേട്ടൻ ഹിറ്റാച്ചിയെ അവനെ കൊല്ലാൻ തന്നെയാണോ പ്ലാൻ ഇട്ടിരിക്കുന്നേ? അതിന് കാക്കാഷി പറയും, അതെ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ചെറുപ്പത്തില് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പൊ ഈ ഒരു ക്ലാനില് ബാക്കിയുള്ളൂ. അത് കേട്ട് ഇപ്പൊ സാസുകയ്ക്ക് ഒരുപാട് വിഷമാവും. അവൻ അവൾക്ക് പൈസയും കൊടുത്ത് ഇപ്പൊ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താല് ഇപ്പൊ ലീഫ് വില്ലേജില് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഹിറ്റാച്ചിയെ കണ്ടുപിടിക്കാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കാക്കാഷി പറയും, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്റെ ഒരു പ്ലാൻ ഞാൻ നിങ്ങളോട് പറയാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവരിപ്പോ യാത്ര ആരംഭിക്കും. മാമൻ പറയും, കുട്ടപ്പ നീ വിഷമിക്കണ്ട, തീർച്ചയായിട്ടും നമ്മൾ സാസുകയെ കണ്ടെത്തുന്നു പറഞ്ഞ് ഇപ്പൊ അവനുമായിട്ട് അടുത്തൊരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കാൻ തുടങ്ങും. മാമൻ പറയും, ഹിറ്റാച്ചിയെ പിടിക്കണമെങ്കിൽ നമ്മൾ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇപ്പൊ കാക്കാഷി ഒരു അടിപൊളി പ്ലാൻ തന്നെ അതിനുവേണ്ടി കണ്ടെത്തും. അപ്പൊ മാമൻ ചോദിക്കും, നിനക്ക് വിശ്വാസമുണ്ടോ സാസുകയെ അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന്? അവനിപ്പോ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവും പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, ഉറപ്പായിട്ടും ഞാൻ തിരികെ കൊണ്ടുവരും, കാരണം സാക്കുറയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. അതിന് മാമൻ പറയും, നീ പറയും പോലെയല്ല, അവനെ ഇപ്പൊ തിരികെ കൊണ്ടുവരാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ എന്ന് പറഞ്ഞ് മാമൻ ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. അതിന് കുട്ടപ്പൻ, എന്റെ മാസ്റ്ററായി നീ എന്നെ കഴിഞ്ഞും വലിയ മണ്ടനായി പോയി, അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഇപ്പൊ മാമനെ കളിയാക്കും. അങ്ങനെ അവര് രണ്ടുപേരും 1-ന് 50 പറഞ്ഞ് 100 പറഞ്ഞ് ഇപ്പൊ പൊരിഞ്ഞാട്ടി. അടിയുടെ അവസാനം ഇപ്പൊ മാമനാവട്ടെ കുട്ടപ്പന് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ഫുഡ് കൊടുത്ത് അത് നോക്കിയിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ അക്കാസ്കി മെമ്പേഴ്സ് ആ 2 മോൺസ്റ്റേഴ്സിന്റെയും പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അക്കാസ്കി ടീമിലുള്ള ഒരാൾ പറയും, നമ്മളിപ്പോ ഒരുപാട് ടയേർഡല്ലേ, അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും പവർ അതിപ്പോ തന്നെ അബ്സോർബ് ചെയ്യണോ? അത് കേട്ട് ദേദുരയ്ക്ക് ഇപ്പൊ കലി കയറി. അവൻ പറയും, എനിക്ക് വേണ്ടത് ഇവരെയൊന്നുമല്ല, ആ 9 ടൈൽ മോൺസ്റ്ററിനെയാണ്. അവനാണ് എന്നെ എല്ലാവരുടെ മുമ്പില് ഇടിച്ചു തെറിപ്പിച്ചത്. മാത്രമല്ല സാസുക, അവൻ ഞാൻ കൊല്ലാൻ വെച്ച ഒറോച്ചിമാറുവിനെ എനിക്ക് മുമ്പേ അവൻ തല്ലിക്കൊന്നു. ഇതൊന്നും എനിക്ക് നോക്കി നിൽക്കാനാവില്ല. അതിന് കിസമി അവനിപ്പോ ഹിറ്റാച്ചിയോട് നിലവിളിച്ചു പറയും, അവൻ പറയുന്നത് നിന്റെ അനിയനെ കൊല്ലുന്ന കാര്യമാണ്. അത് കേട്ടിട്ട് നിനക്ക് യാതൊരു കുഴപ്പമില്ലേ? അതിന് ഹിറ്റാച്ചി ആവട്ടെ ഇപ്പൊ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ സാസുകയും ടീമും ആ ഒരു പെരുമഴയത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ലീഫ് വില്ലേജില് കാക്കാഷി ആവട്ടെ വലിയൊരു ടീം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഹിറ്റാച്ചിയെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കാക്കാഷിയും കുട്ടപ്പനും മാമനും ആ ഒരു ടീമും അവരെല്ലാവരും ചേർന്ന് ഹിറ്റാച്ചിയെ കണ്ടുപിടിക്കാൻ ഇപ്പൊ ഗ്രാമത്തിന്റെ പുറത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.